നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ നാം മുന്നോട്ട് എന്ന ചാനൽ പരിപാടിയുടെ മറവിൽ കോടികളുടെ അഴിമതി നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി പി.ടി. ചാക്കോ. പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ പരിപാടിക്കായി 22 കോടിയോളം രൂപ ചെലവാക്കിയെന്നും ഇത് പാർട്ടി ചാനലിനെ സഹായിക്കാനാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ ഉദ്ധരിച്ചാണ് ഈ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സുതാര്യ കേരളം എന്ന പേരിൽ ഇതേ മാതൃകയിലുള്ള പരിപാടി സംപ്രേഷണം ചെയ്തിരുന്നു. സീഡിറ്റും PRDയും ചേർന്നായിരുന്നു ഇതിന്റെ നിർവഹണം. ദൂരദർശനിൽ മാത്രം സംപ്രേഷണം ചെയ്തിരുന്ന ആ പരിപാടിയുടെ ഒരു എപ്പിസോഡിന് വെറും 63,000 രൂപ മാത്രമാണ് ചെലവായിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ ഇതേ പരിപാടി നാം മുന്നോട്ട് എന്ന പേരിൽ മാറ്റിയപ്പോൾ ചെലവ് 4 ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് P.T. ചാക്കോ ചൂണ്ടിക്കാണിക്കുന്നു. ഇടതു സർക്കാരിന്റെ കാലത്ത് പരിപാടിയുടെ നിർമ്മാണം പാർട്ടി ചാനലിനെയാണ് ഏൽപ്പിച്ചത്. ഒരു എപ്പിസോഡിന് 2.32 ലക്ഷം രൂപ വീതമാണ് പാർട്ടി ചാനലിന് നൽകുന്നത്. 2017 മുതൽ 2024 മാർച്ച് വരെ 179 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത വകയിൽ 21.95 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞു. UDF സർക്കാരിന്റെ കാലത്തെ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വൻ കൊള്ളയാണെന്നാണ് ആരോപണം. എല്ലാ ചാനലുകളും ആഴ്ചയിലൊരിക്കൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്യാറുണ്ടെങ്കിലും നിർമ്മാണത്തിനുള്ള ഭീമമായ തുക പാർട്ടിയുടെ 2 ചാനലുകൾക്ക് മാത്രമായാണ് നൽകുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും പരിഹരിക്കാനുമാണ് ഉമ്മൻചാണ്ടി സുതാര്യ കേരളം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ ഇത് ഇടത് ബുദ്ധിജീവികളുടെയും സൈദ്ധാന്തികരുടെയും ഒരു ഹൈക്ലാസ് പരിപാടിയാക്കി മാറ്റിയെന്നും അതിനനുസരിച്ചുള്ള ആഡംബര ചെലവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. വിവരാവകാശ നിയമപ്രകാരമുള്ള പുതിയ കണക്കുകൾ തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്ന് നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായതെന്നും P.T. ചാക്കോ ആരോപിക്കുന്നുണ്ട്. പുതിയ കണക്കുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം നൽകിയാൽ മതിയെന്ന അനൌദ്യോഗിക നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിലൂടെ വിവരാവകാശ നിയമത്തിന്റെ അന്തഃസത്ത തന്നെ സർക്കാർ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ PRDയും കിഫ്ബിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 227 കോടി രൂപ ചെലവാക്കിയെന്ന P.T. ചാക്കോയുടെ പോസ്റ്റ് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ കണക്കുകൾ പുറത്തുവിടുന്നതിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് സൂചന. സർക്കാരിന്റെ ധൂർത്തിനെക്കുറിച്ചുള്ള കഥകളിപ്പോൾ നാടുനീളെ ചർച്ചയാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പരിപാടികൾ പാർട്ടിയുടെ പ്രചരണത്തിനായും പാർട്ടി ചാനലുകളെ സാമ്പത്തികമായി സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. പൊതുജനങ്ങളുടെ നികുതി പണം ഇത്തരത്തിൽ ധൂർത്തടിക്കുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. വിവരാവകാശ രേഖ പ്രകാരം 2024 ജൂലൈ 12 ലഭിച്ച മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന പേരിൽ നടത്തുന്ന ഈ PR അഭ്യാസം യഥാർത്ഥത്തിൽ ഖജനാവ് കൊള്ളയടിക്കാനുള്ള മാർഗമായി മാറിയിരിക്കുന്നു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഇടങ്ങളിൽ പാർട്ടി സിദ്ധാന്തങ്ങൾ വിളമ്പുന്നതാണ് നാം മുന്നോട്ട് എന്ന പരിപാടിയുടെ രീതിയെന്നും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. UDF കാലത്തെ സുതാര്യമായ പ്രവർത്തനങ്ങളും നിലവിലെ സർക്കാരിന്റെ രഹസ്യ സ്വഭാവമുള്ള ഇടപാടുകളും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയുമെന്നും P.T. ചാക്കോ പ്രത്യാശ പ്രകടിപ്പിച്ചു.